सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो मृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम्. അതിന് ഈ പരിസരത്തുള്ളവരെ കണ്ണടി കണ്ടിട്ടും മറ്റൊരുത്തന് കണ്ണടി കണ്ടിട്ടും ഒരു ആവശ്യവുമില്ല. ഇത് ഭഗവാന്റെ ചൈതന്യത്തിന് ഓരോരുത്തർ വന്ന് ഓരോ പൂജ ചെയ്യുന്ന അവരവരെ ആവശ്യം സാധിച്ചു കൊടുക്കുന്നു. सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो मृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो मृक्षयमामृतात्. ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഭൂമിയിലെ ഒരേ ഒരു പ്രതിഷ്ഠയാണ്. ഇവിടെ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ ലക്ഷ്മിയെ ഭജിക്കുന്നവർക്കൊക്കെ നന്മയുണ്ടാകുന്നുണ്ട്, ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിൽക്കുന്നത് പാരിപ്പള്ളിയിലുള്ള വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ്. ഒപ്പമുള്ളത് ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ജയദേവനാണ്. ഇദ്ദേഹത്തിനോടൊരു കാര്യം ചോദിച്ചറിയണം, അത് അത്യാവശ്യമാണ്. ചില പ്രേക്ഷകർ ചോദിച്ച ചോദ്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു വാർത്ത ചിത്രീകരിക്കുന്നതിനിടയിൽ അങ്ങ് ഒരാളിനൊരു തേങ്ങ പൂജിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട ചില ആളുകൾ ഞങ്ങളോട് ചോദിച്ചു, ഇവിടെ ഈ തേങ്ങയിൽ കൂടോത്രം ചെയ്യുന്നതാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇവിടെ കൂടോത്രം എന്ന് പറഞ്ഞൊരു ജോലി ഇവിടെ ഇല്ല. ഇവിടെ നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്. കർമ്മം ഈശ്വര ചൈതന്യമുള്ള മഹാവിഷ്ണുവിനും ലക്ഷ്മി പൂജ നവകലശം കെട്ടിയാണ് തേങ്ങയാണ് ദേവിക്ക് ഭഗവാൻ ആവാഹിച്ച് വയ്ക്കുന്നത്. തേങ്ങയിലാണ് ഭഗവാൻ ആവാഹിച്ച് കുടത്തിന്റെ മണ്ടേ. വിവരം കെട്ടവർ പലതും പറയും തേങ്ങ ഉപയോഗിക്കുന്ന കൂടോത്രമൊന്നുമല്ല, അത് ഭഗവാൻ ആവാഹിച്ച് അതിലിരുത്തുന്നതാണ്. വിവരം കെട്ടവന് പലതും പറയാം. ഒരു ക്ഷേത്രത്തിന്റെ ഉയർച്ച കാണുമ്പം പലർക്കും പല അസൂയുണ്ട്. തേങ്ങയിൽ ഭഗവാൻ ആവാഹിച്ച് നിർത്തി നവകലശം കെട്ടുമ്പോ ഭഗവാൻ ആവാഹിച്ച വീടുകളിൽ കൊടുത്തുവിടും. വീടുകളിൽ കൊടുത്തുവിടുന്നവർക്കുണ്ട്, ഇവിടെ വെച്ചിരുന്നുണ്ട്, പിന്നെ പൂജകൾ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോരോ ആവശ്യം അനുസരിച്ച്. അല്ല ഇവിടെ കൂടത്തെ മാടയും മറുതയും ചാത്തനും പോത്തനും കുട്ടിച്ചാത്തനും ഒന്നല്ല. ഇവിടെ ലക്ഷ്മി നാരായണനാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ 10-35 വർഷം കൊണ്ട് ഞാൻ ലക്ഷ്മി നാരായണ ഈ ഒരു യഥക്കേടക്കാരെ ഞാൻ കണ്ടില്ല. അന്ന് ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ പൂജ ചെയ്ത്. ഇവിടെ ഒരു യഥക്കേടുകാരില്ല. അപ്പൊ ഭഗവാൻ ചൈതന്യത്തിൽ വന്നപ്പോ ജനങ്ങൾ വരുന്നു. അപ്പൊ ഇവരൊക്കെ ഇത്ര കണ്ണടി എന്ത്? ചില ആളുകൾ പറയുന്നത് ലക്ഷ്മി നാരായണ എവിടെ ഇല്ലല്ലോ. അയ്യോ, ലോകത്ത് ഭൂമിക്കകത്ത് ഏക ക്ഷേത്രമാണിത്. ഇത് അറിഞ്ഞു കേട്ട് ജനം വരുന്നു. അതാണ് എല്ലാവരുടെ അത്ഭുതം. ഈ അറിഞ്ഞു കേട്ട് ജനങ്ങൾ ഇവിടെ വരുന്നു. അതിന് ഈ പരിസരത്തുള്ളവരെ കണ്ണടി കണ്ടിട്ടും മറ്റൊരുത്തന് കണ്ണടി കണ്ടിട്ടും ഒരു ആവശ്യവും ഇല്ല. ഇത് ഭഗവാന്റെ ചൈതന്യത്തിന് ഓരോരുത്തർ വന്ന് ഓരോ പൂജ ചെയ്യുന്നു, അവരവരെ ആവശ്യം സാധിച്ചു കൊടുക്കുന്നു. അവര് പറഞ്ഞു കേട്ട് പല ആരും ഇങ്ങനെ ഓരോ നാട്ടിൽ നിന്നും പല രാജ്യത്തു നിന്നും ഈ അമേരിക്ക തൊട്ട് ഇങ്ങോട്ടുള്ള സർവ്വ രാജ്യത്തു നിന്നും ആളുകൾ വന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രം അനുദിനം ആയിരക്കണക്കിന് ആൾക്കാർ ആ ഒരു വളർച്ചയിൽ ഒരുപാട് പേർക്ക് അസൂയുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാല് അങ്ങ് ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബിസിനസ് ആണോ ഇത് അങ്ങേക്ക്? ഇല്ല, അങ്ങനെ ബിസിനസ് ആണ്. 37 കൊല്ലം കൊണ്ട് നടത്തിയാൽ അന്ന് ഇവരാരും ബിസിനസ് പറയണ്ടായിരുന്ന, അന്ന് ഇവരാരും ഇല്ലായിരുന്ന. അല്ല, ആദ്യഘട്ടം ഞാൻ 37 വർഷം കൊണ്ട് ഈ ക്ഷേത്രം ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ കരിമ്പാറ അടിച്ചുണ്ടാക്കിയ ക്ഷേത്രമാണത്. ഒറ്റയ്ക്ക് ഈ കൈകൊണ്ട് കരിമ്പാറ അടിച്ചുണ്ടാക്കിയാണ്. ഒരു മുട്ടായിരം പൈസ ഈ പറയുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്ന് മാറ്റിട്ടില്ല. ഒരുത്തൻ അവകാശപ്പെട്ട് വരാമെങ്കിൽ വരാൻ പറ. ഞാനും കൂടെ തന്നവനാണ് ഈ ക്ഷേത്രം വെച്ചെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായി വരാൻ പറ. ഞാൻ വെല്ലു വിളിക്കുന്നവനാ. അങ്ങേക്ക് ഒരിക്കലും ഈ ക്ഷേത്രം ഒരു ബിസിനസ് അല്ല. ഇല്ല, ഞാൻ ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ ഭഗവാനെ വെച്ച് പൂജിക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ ജനം വരുന്നു, അവർക്ക് നല്ലത് കൊടുക്കുന്നു. അല്ല, എനിക്ക് ബിസിനസ് അല്ല. എനിക്ക് ഇതിന് അപ്പുറത്തെ പണിയുണ്ട്. എനിക്ക് PWD കോൺട്രാക്ട് വർക്ക്, എനിക്ക് എല്ലാം ഉണ്ടാക്കി ഞാൻ പാടുപെട്ടതിന്റെ ഒരു കൂലി ഭഗവാൻ തരുന്നു. അത് ഇവരാരും കണ്ട് കടിച്ചിട്ട് നമുക്കറിയാം. ആവശ്യമില്ല. ഇതിനു മുമ്പ് തന്നെ എനിക്ക് 10-100 ഏക്കർ തക്കല വാങ്ങിച്ചു. ഈ 4 പഞ്ചായത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് വസ്തുക്കളുണ്ട്, എനിക്കുണ്ട്.
അങ്ങ് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ കുടുംബത്തിന്റെയും ഈ പറഞ്ഞ ബന്ധുക്കളുടെയൊക്കെ ഒരു ഐശ്വര്യം ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടായിരുന്നു. പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്? ഞങ്ങള് എന്റെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് എന്റെ ഭഗവാനാണ്. ലക്ഷ്മി നാരായണ പ്രതിഷ്ഠ അന്ന് തൊട്ട് ഞാൻ മുകളിലോട്ടാണ്, താഴോട്ട് പോയിട്ട് എന്റെ കുടുംബവും എന്റെ മക്കളും. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഐശ്വര്യമൊക്കെ ഉണ്ടായത് ആദ്യം താങ്കൾക്കും താങ്കളുടെ കുടുംബങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ ആണല്ലോ. പിന്നീട് ഏത് സാഹചര്യത്തിലാണിത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്? ജനങ്ങൾക്ക് തുറന്ന കൊറോണ ബാധിച്ച് വന്നപ്പോഴത്തേക്ക് ജനങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട് അവര് ഒന്ന് ഓരോ പേരുകൾ ലക്ഷ്മി നാരായണന്റെ അരിക്ക വരാൻ തുടങ്ങി. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പൂജകൾ ചെയ്ത് കൊടുത്ത് അവരെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു. കൊറോണയ്ക്ക് പോലും ഒരു ദിവസം പോലും അടയ്ക്കാത്ത ക്ഷേത്രം ഭൂമിയിലുണ്ടായി ലക്ഷ്മി നാരായണനെ ഉള്ളു. അന്നും ഞാൻ റെക്കോർഡിട്ട് പൂജ ചെയ്ത് ഒരു ദിവസം ഗുരുവായൂർ വരെ അടച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞാണ് വരുന്നത്. ആരുടെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നില്ല എന്നാണ് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങൾ തന്നെ ഈ വരുന്ന എല്ലാ ആളുകളുടെ അടുത്തും ചിലർ ക്യാമറയ്ക്ക് മുന്നിലൊന്നും പ്രതികരിക്കില്ല, എന്നാലും അവർ പറയും ഞങ്ങൾ ആവശ്യങ്ങൾ നടന്നു. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ ക്യാമറയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങേക്ക് അറിയാൻ പറ്റും, കാര്യം അങ്ങനെയാണ് എല്ലാവരും അവർക്ക് പല സമുദായത്തിലുള്ളവരാണ് വരുന്നത്. മുസ്ലിങ്ങൾക്ക് ഇവർ ക്യാമറയെ കണ്ട് വന്ന് അവരെ പള്ളിയിൽ നിന്ന് അവരെ വെളിയെ ഇറക്കും. എങ്കിലും അവരെ ആവശ്യം നടന്ന് അവർ വന്ന് രഹസ്യമായിട്ടുണ്ട് പറയാം, അവരെ ആവശ്യം നടത്തിക്കൊണ്ടു അവർ ക്യാമറയിൽ വന്ന്. അതുകൊണ്ടാണ് അവർ ക്യാമറ പ്രത്യക്ഷപ്പെടുന്നത്. ക്രിസ്ത്യാനി അവർക്കും അതാണ്, അവർക്ക് വേറൊരു സ്വഭാവമാണ്. അവരും ക്യാമറയെ പെടൂല. എന്റെ അവർക്ക് എല്ലാ ഈശ്വര വിശ്വാസം ഒന്നെന്നുള്ളവരെല്ലാരും വരും. 10 പേരുടെ അടുത്താൽ ഒരു 5 പേര് സംസാരിക്കാൻ 5 പേർക്കെന്ന് വെച്ചാൽ അത് വലിയ മാമൂസമുള്ളവരാണ്, അല്ലാതെ ഉള്ളവരൊന്നും വരില്ല. ഈശ്വരന്റെ സങ്കല്പമുള്ള എല്ലാവരും ക്യാമറ വരും. ഏതായാലും ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഭൂമിയിലെ ഒരേ ഒരു പ്രതിഷ്ഠയാണ്. ഇവിടെ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ ലക്ഷ്മിയെ ഭജിക്കുന്നവർക്കൊക്കെ നന്മയുണ്ടാകുന്നുണ്ട്, ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു അമ്പലമായി ഇത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തടയിടാൻ പലരും ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഇത് കണ്ടുകൊണ്ടുള്ള അസൂയാണ് ജനങ്ങൾക്ക് മൊത്തം ഉള്ളത്. കാരണം ഇത് ദിനം പ്രതി ഉയരം. ഇവരെല്ലാം ശ്രമിച്ച് വഴി വരെ തടഞ്ഞു. ഈ പ്രദേശത്തുള്ളവർ വഴി വരെ തടഞ്ഞിട്ട് പോലും വഴി വേറെ ഞാൻ ഇപ്പം വഴി വാങ്ങിച്ചിട്ട് തടസ്സങ്ങൾ മനുഷ്യൻ മാറ്റേണ്ട, ദൈവം മാറ്റി. ഭഗവാന്റെ 10-35 സെന്റ് റോഡിൽ നിന്ന് ഡയറക്റ്റ് വഴി വാങ്ങിച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റോഡിൽ നിന്ന് ഡയറക്റ്റ് ഭഗവാന്റെ മുമ്പിൽ വണ്ടി വന്ന് നിർത്തത്തോണം. അത് ഞങ്ങൾ അറിഞ്ഞത് അങ്ങ് മുൻപ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കാട്ടി വില കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ തരാതിരുന്ന വസ്തുവാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം വീണ്ടും വന്നിരിക്കുന്നു അതിന്റെ ഒരു കക്ഷി, ബാക്കി എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് ഐശ്വര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ താങ്കൾക്ക് മാത്രമല്ല, താങ്കൾ മറ്റുള്ളവർക്ക് പകർന്നു. അല്ല, ഇവിടെ വരുന്ന സർവ്വ ജനങ്ങൾക്കും ഏത് ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ വരുന്നു അവർ ഈ വരുന്ന ഭക്തർക്കെല്ലാം നല്ലത് കിട്ടാൻ കാലത്ത് 1 മണിക്കൂർ ഞാൻ ഭഗവാന്റെ മുമ്പിൽ സഹസ്രനാമം ചൊല്ലി ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഇത് കണ്ട് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് കണ്ടിട്ട് ആരും അസൂയപ്പെട്ടു. ഞാൻ അത്രയും ഭഗവാന്റെ 1 മണിക്കൂർ പച്ചവെള്ളം കുടിക്കാതെ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് പോറ്റാറല്ലേ ഇന്ന് ഞാൻ ഇരുന്ന് ആ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിച്ചോളാം. അങ്ങ് കോൺട്രാക്ട് PWD കോൺട്രാക്ട് അടക്കമുള്ള കോൺട്രാക്ട് വർക്കുകൾ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചിരുന്ന ആളാണ്. അങ്ങ് ഇന്നിപ്പോൾ ആ വർക്കൊക്കെ മാറ്റിവെച്ച് ഇത് ഈ അമ്പലത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെ എത്തി? കാരണം അമ്പലത്തിൽ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ സാധുക്കളായ ജനങ്ങളെ സംരക്ഷിക്കാൻ ഞാനില്ലെങ്കിൽ ഈ പോറ്റുകാരൊന്നും ക്ലിയർ ആയിട്ടൊന്നും ചെയ്യൂല. അപ്പോൾ അവർക്ക് നന്മ വരാൻ വേണ്ടി ഞാൻ ക്ഷേത്രം എന്ന് പറഞ്ഞു എനിക്ക് ഇതിന്റെ വരുമാനം വേണ്ട, എനിക്ക് അതിന് മുമ്പേ ഭഗവാൻ എനിക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രത്തിൽ ജനങ്ങൾ വരുന്നതിന് മുമ്പേ എനിക്ക് ആവശ്യമുള്ള ഭഗവാൻ തന്നിട്ടുണ്ട്. ഇനി മറ്റുള്ളവർക്ക് കിട്ടുന്നത് ബാക്കിയുള്ള മറ്റു ജനങ്ങൾക്ക് കിട്ടട്ടെ, അതിനുവേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് നന്മ വരുന്നവർക്കെല്ലാം നന്മ വരുന്നുണ്ട്. അതല്ലേ അവർ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത്. ഈ ഒരുത്തർ വന്ന അവർ എന്നിട്ട് അടുത്ത ഇന്ന് എത്രയെങ്കിലും പേര് ഞാനാണ് ഈ ചേച്ചി വിളിച്ചോണ്ടത് എന്റെ കാര്യം നടന്ന് ഇന്നിപ്പോ ഒരു താലിയും മാലയും കൊണ്ടുവന്നു കൊണ്ടുവച്ചത് ഞങ്ങളും കണ്ടു ഒരുപാട് പേര് അവരെ കൊച്ചിനെ കണ്ട് UK ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഉടനെ കിട്ടി അവരത് കൊണ്ടു. അങ്ങനെ ആരെല്ലാം വരുന്നു, അവരെയൊക്കെ നമുക്ക് തടയാം. പിന്നെ ഇത് കണ്ട് അസൂയപ്പെടുന്ന തേങ്ങയെ കൂടോത്രം ചെയ്യുന്നു, ഇല്ലെങ്കിൽ വേറെ പിടിച്ചു പറിക്കുക, ഇതൊക്കെ പലരും ഇവിടെ വരുന്ന ഓരോരുത്തരക്കും ഇന്ന് എത്രയെങ്കിലും പേർക്ക് പൈസയിലാണ് പൂജ ചെയ്തോളാം. ദിവസം ഒരു 25 പേർക്കെങ്കിലും നിരപരാധികളായ പേർക്ക് വരുന്ന പൈസ ഞാൻ അവർ കരയും. എന്ന് ഇത് പറയുമ്പോൾ ഞാൻ പറയും വീട് നിർത്ത്, പൈസയല്ലേ അവിടെ നിർത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണ്ടെങ്കിൽ ഭഗവാൻ കൊണ്ട് കൊടുക്കും, നിങ്ങളെല്ലാം ആവശ്യം സാധിച്ചു. അങ്ങനെ എത്ര ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി തരാൻ ഞാൻ. നിങ്ങളൊരു ദിവസം ഇവിടെ വരുന്ന എത്ര ജനങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് പൂജ ചെയ്തോളൂ. ഇതിനൊന്നും ആൾക്ക് സങ്കടമില്ലേ? ഇതിനൊന്നും ആൾക്ക് അഭിപ്രായം പറയില്ലേ? ഉണ്ടാ ഇല്ല. അപ്പൊ ഇതിന് മാത്രം തേങ്ങ കൂടെ ഇതിന്റെ ഉയർച്ച കണ്ടുണ്ടോ
എല്ലാവർക്കും ഏതായാലും നന്മയുള്ളിടത്ത് തിന്മയുണ്ടാവും. അത് വരട്ടെ, അതവര് പറഞ്ഞോട്ടോ. നമുക്ക് അതിലൊരു കാരണം ഇവിടെ ഭഗവാനാണ് ഇരിക്കുന്നത്, ഭഗവാൻ അറിയാതെ നോക്കിക്കോളാം. ആരെന്ത് പറഞ്ഞാലും അതിന്റെ ഏത് ലെവലിൽ കൊണ്ടുപോകണം അത് അവിടെ നിശ്ചയിക്കും, അവിടെ നിന്നേ പോകുള്ളൂ. അല്ല ആര് പറഞ്ഞാലും ഒരു ഏതായാലും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങളാണ് അവർ ഇവിടെ എത്തിയ ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളാണ് അവർ ദിനവും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ ദിവസങ്ങളിലായിരുന്നു ഇവിടെ ഭക്തർ കൂടുതലായി എത്തുന്നതെങ്കിലും ഇപ്പോൾ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ അമ്പലത്തിലുള്ളത്. ഈ അമ്പലത്തിലെത്തുന്ന ഓരോരുത്തരും മനമുരുകി പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കിട്ടുന്നു എന്ന് തന്നെയാണ് അവർ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും വന്ന് പ്രതികരിക്കുന്നത്. ചില ആളുകൾക്ക് ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവർ ഞങ്ങളോട് പറയുന്നുണ്ട് കൃത്യമായി ഈ അമ്പലത്തിൽ വന്ന് 1-2 ആഴ്ച മാത്രം പിന്നിട്ടപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നടന്നതായും അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ഞങ്ങളോടിപ്പോൾ അല്പം മുമ്പ് പ്രതികരിച്ചത് അദ്ദേഹത്തിന് ആവശ്യത്തിലധികം സാമ്പത്തികവും ജോലിയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹം മറ്റു ജനങ്ങളുടെ നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ അമ്പലത്തിലെ പൂജാവിധികളൊക്കെ അദ്ദേഹം നേരിട്ട് ഇടപെട്ട്, അതായത് അദ്ദേഹം ഒരു നിമിഷം ഇവിടെ നിന്ന് മാറി നിന്നാൽ അതിനകത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലോ എന്ന് ഭയന്ന് അദ്ദേഹം കൂടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചു. ഏതായാലും വരുന്ന എല്ലാ ഭക്തർക്കും നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.